മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. BJP 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 BJP. അധികാര സൗഭാഗ്യമാസ്വദിച്ചിടുന്ന ഖദറിട്ട കാപട്യവർഗം, അടിയാള ജനതയുടെ ആത്മരോഷം വിറ്റ മാർക്സിസ്റ്റു മാടമ്പി സംഘം. ഇനി വേണ്ട ജനദ്രോഹ മുന്നണികൾ രണ്ടും ഈ കേരളത്തിൻ പുണ്യഭൂവിൽ. അതിവേഗം അതിനായി പടപ്പുറപ്പാടിനായി കാലം വിളിക്കുന്നു നമ്മെ. സമയമാ സമര സമയമാ പോരുമോ പോർമുഖങ്ങളിൽ. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. BJP 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 BJP. പരിവർത്തനത്തിന്റെ പടനയിച്ചെത്ര പേർ ഇടനെഞ്ചിൽ മുറിവേറ്റു വീണു. അധികാരവർഗം പണിഞ്ഞിട്ട തടവറയിൽ ഒരുപാട് സ്വപ്നം പിടഞ്ഞു. ഇല്ല തകർന്നില്ല കേരളക്കരയിലെ BJP തൻ സംഘശക്തി. അലയടിച്ചിളകുന്ന കടലിരമ്പുന്ന പോൽ അത് വരികയാണ് അഭയമായി. സമയമാ സമര സമയമാ പോരുമോ പോർമുഖങ്ങളിൽ. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. BJP 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 BJP. പൗരഗാഥ പാടുവാൻ, പ്രാണനിൽ കെടാതെ കാത്ത സമരവീര്യമേകുവാൻ, കണ്ണു രണ്ടും നീതിബോധ ബന്ധമാക്കുവാൻ, രക്തദാഹികൾക്കു പേടി സ്വപ്നമാകുവാൻ, ഇടതു വലതു മുന്നണി അടിതകർന്നു നിൽക്കവേ പുതിയൊരീണമായി ഭാവമായി കേരളക്കരയ്ക്കു ശാപമോക്ഷമായി ഊരിരുൾ കെടുത്തും ഉഗ്രസൂര്യനായി. BJP 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 BJP. വരികയാ 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 ഞങ്ങൾ വരികയാ വരികയാ ഞങ്ങൾ വരികയാ.
അഴിമതിക്കു കുട പിടിച്ചൊരിടതു ഭരണമേ, വഴിപിഴച്ചു പോയ നിങ്ങൾക്കന്ത്യമായിതാ. ഖദറണിഞ്ഞു നാട് വിറ്റ കേന്ദ്ര ഭരണമേ, ഭാരതത്തിനെ ചതിച്ച ധനിക വർഗമേ, ജനഹൃദയങ്ങളിൽ മൃതിഭൂമി നിങ്ങൾ. ഇത് പരിവർത്തനത്തിന്റെ രണകാഹളം, ജയകാഹളം, ജനകാഹളം. BJP, 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 BJP വരികയാ, 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 ഞങ്ങൾ വരികയാ, വരികയാ, ഞങ്ങൾ വരികയാ. കലിപിടിച്ചൊരക്രമക്കരുത്തു കാട്ടിയും സ്ഥിതി സമത്വ തത്വശാസ്ത്ര ചുതി പരത്തിയും ഇനിയും ഈ പിറന്ന മണ്ണിൽ നിണമൊഴുക്കുവാൻ അനുവദിക്കയില്ല. ഞങ്ങളാണു രക്ഷകർ, ഈ മലയാളത്തിൻ മാനം കാക്കും ഞങ്ങൾ. ഇത് പരിവർത്തനത്തിന്റെ രണകാഹളം, ജയകാഹളം, ജനകാഹളം. BJP, 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 BJP വരികയാ, 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 ഞങ്ങൾ വരികയാ, വരികയാ, ഞങ്ങൾ വരികയാ. ഭാരതം തിളങ്ങിടുന്ന പൗരഗാഥ പാടുവാൻ, പ്രാണനിൽക്കെടാതെ കാത്ത സമരവീര്യമേകുവാൻ, കണ്ണുരണ്ടു നീതിബോധ പന്തമാക്കുവാൻ, രക്തദാഹികൾക്കു പേടി സ്വപ്നമാകുവാൻ, ഇടതു വലതു മുന്നണി അടിതകർന്നു നിൽക്കവേ പുതിയൊരീണമായി ഭാവമായി കേരളക്കരയ്ക്കു ശാപമോക്ഷമായി ഊരിരുൾക്കെടുത്തു ഉഗ്രസൂര്യനായി. BJP, 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 BJP വരികയാ, 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 ഞങ്ങൾ 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 വരികയാ. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. BJP സംസ്ഥാന അധ്യക്ഷനും NDA സംസ്ഥാന ചെയർമാനുമായ ശ്രീ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി 27 പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ C. കൃഷ്ണകുമാർ നയിക്കുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം തല ഉപയാത്ര ഫെബ്രുവരി 8 മുതൽ 24 വരെ. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീടില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിക്കാൻ ധനസഹായം നൽകിയ മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിച്ച ഉജ്ജൽ യോജന വഴി കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകിയ മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. 10 വർഷം പൂർത്തീകരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പാലക്കാട് ജില്ലയ്ക്ക് നൽകിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ
BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ നയിക്കുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം തല ഉപയാത്ര. പാലക്കാട് ലോക്സഭയിൽ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഉപയാത്ര ഫെബ്രുവരി 8 മുതൽ ഫെബ്രുവരി 24 വരെ. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീടില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിക്കാൻ ധനസഹായം നൽകിയ മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിച്ച ഉജ്ജൽ യോജന വഴി കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകിയ മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. 10 വർഷം പൂർത്തീകരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പാലക്കാട് ജില്ലയ്ക്ക് നൽകിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ നയിക്കുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം തല ഉപയാത്ര. പാലക്കാട് ലോക്സഭയിൽ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഉപയാത്ര ഫെബ്രുവരി 8 മുതൽ ഫെബ്രുവരി 24 വരെ. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. യാത്ര പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഉപയാത്ര ഫെബ്രുവരി 8 മുതൽ ഫെബ്രുവരി 24 വരെ. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് 10,000 കോടി രൂപ അനുവദിച്ച മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. ഹരിത കൊടി പാറുന്നു, കേരള ഹൃദയ തുടി കൊട്ടുന്നു, മംഗളഘോഷം ഉയരുന്നു. തങ്കത്താമര വിരിയുന്നു, മുന്നണി ഭരണ തടവറ ഭേദിച്ചിവിടൊരു ജനതതി ഉണരുന്നു, ഉണരുന്നു, ഉണരുന്നു. തുടലുകൾ പൊട്ടിയൊരവരുടെ മിഴികളിൽ സൂര്യവസന്തം വിരിയുന്നു, സൂര്യവസന്തം വിരിയുന്നു. കുങ്കുമഹരിത കൊടി പാറുന്നു, കേരള ഹൃദയ തുടി കൊട്ടുന്നു, മംഗളഘോഷം ഉയരുന്നു. തങ്കത്താമര വിരിയുന്നു, മുന്നണി ഭരണ തടവറ ഭേദിച്ചിവിടൊരു ജനതതി ഉണരുന്നു, ഉണരുന്നു, ഉണരുന്നു. തുടലുകൾ പൊട്ടിയൊരവരുടെ മിഴികളിൽ സൂര്യവസന്തം വിരിയുന്നു, സൂര്യവസന്തം വിരിയുന്നു. മാറ്റത്തിൻ നവയുഗരഥമേറി വരുന്നു BJP. ദേശീയോജ്വല താരകമന്ത്രം തരുന്നു BJP. മാറ്റത്തിൻ നവയുഗരഥമേറി വരുന്നു BJP. ദേശീയോജ്വല താരകമന്ത്രം തരുന്നു BJP. ഉടച്ചു വാർക്കുക നാമീ കേരള നാടിൻ വികസന സരണി, ഉടച്ചു വാർക്കുക നാമീ കേരള നാടിൻ വികസന സരണി. അതിനു വേണ്ടി കടയുക നാമീ പോരാട്ടത്തിൻ നരണി, പോരാട്ടത്തിൻ നരണി, പോരാട്ടത്തിൻ നരണി. കുങ്കുമഹരിത കൊടി പാറുന്നു,
കേരള ഹൃദയ തുടി കൊട്ടുന്നു മംഗളഘോഷം ഉയരുന്നു തങ്കത്താമര വിരിയുന്നു മുന്നണി ഭരണ തടവറ ഭേദിച്ചിവിടൊരു ജനതതി ഉണരുന്നു 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 തുടലുകൾ പൊട്ടിയൊരവരുടെ മിഴികളിൽ സൂര്യവസന്തം വിരിയുന്നു സൂര്യവസന്തം വിരിയുന്നു വീറേറുന്നൊരു മുന്നേറ്റത്തിനു വരുന്നു BJP വർഗീയതയുടെ താണ്ഡവ നടനം തകർത്തു BJP വീറേറുന്നൊരു മുന്നേറ്റത്തിനു വരുന്നു BJP വർഗീയതയുടെ താണ്ഡവ നടനം തകർത്തു BJP ഒഴുക്കിനെതിരെ നീന്തുകയാണീ പവിത്ര ഭാർഗവധരണി ഒഴുക്കിനെതിരെ നീന്തുകയാണീ പവിത്ര ഭാർഗവധരണി ചരിത്രവേളയിതഭിമാനത്താൽ തുടിപ്പു കേരള ജനനി തുടിപ്പു കേരള ജനനി തുടിപ്പു കേരള ജനനി കുങ്കുമഹരിത കൊടി പാറുന്നു കേരള ഹൃദയ തുടി കൊട്ടുന്നു മംഗളഘോഷം ഉയരുന്നു തങ്കത്താമര വിരിയുന്നു മുന്നണി ഭരണ തടവറ ഭേദിച്ചിവിടൊരു ജനതതി ഉണരുന്നു 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 തുടലുകൾ പൊട്ടിയൊരവരുടെ മിഴികളിൽ സൂര്യവസന്തം വിരിയുന്നു സൂര്യവസന്തം വിരിയുന്നു ഭാരതത്തിലെ കൊറോണ കാലഘട്ടത്തിൽ സൗജന്യ വാക്സിൻ നൽകിയ കൊറോണ കാലഘട്ടത്തിൽ വലിയ കല്യാണികൾ വഴി കോടിക്കണക്കിന് ജനങ്ങൾക്ക് അന്നം നൽകിയ ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ നയിക്കുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം തല ഉപയാത്ര പാലക്കാട് ലോക്സഭാ കുങ്കുമഹരിത കൊടി പാറുന്നു കേരള ഹൃദയ തുടി കൊട്ടുന്നു മംഗളഘോഷം ഉയരുന്നു തങ്കത്താമര വിരിയുന്നു മുന്നണി ഭരണ തടവറ ഭേദിച്ചിവിടൊരു ജനതതി ഉണരുന്നു 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 തുടലുകൾ പൊട്ടിയൊരവരുടെ മിഴികളിൽ സൂര്യവസന്തം വിരിയുന്നു സൂര്യവസന്തം വിരിയുന്നു കുങ്കുമഹരിത കൊടി പാറുന്നു കേരള ഹൃദയ തുടി കൊട്ടുന്നു മംഗളഘോഷം ഉയരുന്നു തങ്കത്താമര വിരിയുന്നു മുന്നണി ഭരണ തടവറ ഭേദിച്ചിവിടൊരു ജനതതി ഉണരുന്നു 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 തുടലുകൾ പൊട്ടിയൊരവരുടെ മിഴികളിൽ സൂര്യവസന്തം വിരിയുന്നു സൂര്യവസന്തം വിരിയുന്നു മാറ്റത്തിൻ നവയുഗരഥമേറി വരുന്നു BJP ദേശീയോജ്വല താരകമന്ത്രം തരുന്നു BJP മാറ്റത്തിൻ നവയുഗരഥമേറി വരുന്നു BJP ദേശീയോ
ഉജ്ജ്വല താരകമന്ത്രം തരുന്നു BJP. ഉടച്ചു വാർക്കുക നാം ഈ കേരള നാടിൻ വികസന സരണി. ഉടച്ചു വാർക്കുക നാം ഈ കേരള നാടിൻ വികസന സരണി. അതിനു വേണ്ടി കടയുക നാം ഈ പോരാട്ടത്തിൻ അരണി. കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്ത് നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികൾ, അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ അത് ജനമധ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നടത്തുന്ന പദയാത്രയുടെ ആരംഭമാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ ഇവിടെ ശ്രീ നിഷാദ് സൂചിപ്പിച്ചു, ഈ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾ അവർ എഴുതാൻ പോകുന്ന വിധിയെഴുത്തിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സൂചന ഈ രാജ്യത്തിന് നൽകിക്കഴിഞ്ഞു. ഈ രാജ്യത്ത് 3ാം തവണയും ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള NDA വീണ്ടും അധികാരത്തിൽ വരുന്നുള്ള കാര്യത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. ആകെ ഒരു കാര്യത്തിൽ മാത്രമാണ് സംശയം. കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയ സീറ്റ് ഇത്തവണയും കോൺഗ്രസിന് നിലനിർത്താൻ കഴിയുമെന്ന് മാത്രമേ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സംശയമുള്ളൂ. കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയാൻ, പ്രതിപക്ഷ നിലയിൽ ഇരിക്കാൻ കോൺഗ്രസുകാർ ലോകസഭയിൽ ഉണ്ടാവുമോ എന്ന് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ള ഏക ആശങ്ക. ബഹുമാനമായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പറഞ്ഞു, കോൺഗ്രസ് അടുത്ത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കോൺഗ്രസുകാര് ലോകസഭയ്ക്ക് അകത്തുണ്ടാവുമോ അഥവാ സന്ദർശക ഗാലറിയിലായിരിക്കുമോ കോൺഗ്രസുകാരുടെ സ്ഥാനം എന്ന് മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കേണ്ടതുള്ളൂ. കാരണം 60 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് ഈ രാജ്യത്തെ കൊള്ളയടിച്ചു, ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മുരടിപ്പിച്ചു. അതിനൊരു പരിഹാരം കണ്ടത് കഴിഞ്ഞ 10 വർഷക്കാലമാണ്. ഈ രാജ്യത്തെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ ഈ രാജ്യം കാണാത്ത തരത്തിലുള്ള, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ കുറിക്കപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാരിന് തുടക്കം കുറിക്കാനും നടപ്പാക്കാനും കഴിഞ്ഞു. ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള നിരവധി ക്ഷേമ പദ്ധതികൾ ഈ രാജ്യത്ത് നടപ്പാക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. വീടില്ലാത്ത 4 കോടിയോളം വരുന്ന ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഭവന നിർമ്മാണ ആനുകൂല്യം കൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. ഈ രാജ്യത്ത് 50 കോടിയോളം വരുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് ആയുഷ്മാൻ ഭാരത് പദ്ധതി വഴിക്ക് ചികിത്സാ ധനസഹായം അനുവദിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. ഈ രാജ്യത്തെ കുടിവെള്ളം എത്താത്ത ഗ്രാമങ്ങളിൽ ജൽജീവൻ മിഷൻ പദ്ധതി വഴിക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതി നരേന്ദ്രമോദി സർക്കാരിന് നടപ്പാക്കാൻ കഴിഞ്ഞു. ഈ രാജ്യത്തെ അവസാനത്തെ ഗ്രാമത്തിലും വൈദ്യുതി എത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എത്തുന്ന തരത്തിൽ ഈ രാജ്യത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള ജനങ്ങൾക്ക്, ജനവിഭാഗങ്ങൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ എത്തിക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞു. ആ നരേന്ദ്രമോദി സർക്കാർ, നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന NDA സർക്കാർ വീണ്ടും ഈ രാജ്യത്ത് അധികാരത്തിൽ വരണമെന്ന് ഈ രാജ്യത്തെ ജനങ്ങളുടെ അഭിലാഷമാണ്. ആ അഭിലാഷമാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് സംഭവിക്കാൻ പോകുന്നത്, നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ രാജ്യം വികസിക്കുന്ന സമയത്ത്, ഈ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങൾ വികസിക്കുന്ന സമയത്ത് കേരളവും വികസനത്തിന്റെ പാതയിലേക്ക് വരണം. കേരളവും ഒരു മാറ്റത്തിന്റെ പാതയിലേക്ക് വരണം. ആ മാറ്റത്തിന് തുടക്കം കുറിക്കാനുള്ള പാലക്കാടിന്റെ ലോക്സഭാ മണ്ഡലത്തിലെ പദയാത്രയാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഈ പദയാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഭാഗത്തുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുങ്കുമഹരിത കൊടി പാറുന്നു, കേരള ഹൃദയ തുടി കൊട്ടുന്നു, മംഗളഘോഷം ഉയരുന്നു, തങ്കത്താമര വിരിയുന്നു, മുന്നണി ഭരണ തടവറ ഭേദിച്ചിവിടൊരു ജനതതി ഉണരുന്നു, ഉണരുന്നു, ഉണരുന്നു.
മുന്നേറ്റത്തിനു വരുന്നു BJP. വർഗീയതയുടെ താണ്ഡവ നടനം തകർത്തു BJP. വീറേറുന്നൊരു മുന്നേറ്റത്തിനു വരുന്നു BJP. വർഗീയതയുടെ താണ്ഡവ നടനം തകർത്തു BJP. ഒഴുക്കിനെതിരെ നീന്തുകയാണീ പവിത്ര ഭാർഗവധരണി. ഒഴുക്കിനെതിരെ നീന്തുകയാണീ പവിത്ര ഭാർഗവധരണി. ചരിത്രവേളയിതഭിമാനത്താൽ തുടിപ്പു കേരള ജനനി. തുടിപ്പു കേരള ജനനി. തുടിപ്പു കേരള ജനനി. കുങ്കുമഹരിത കൊടി പാറുന്നു കേരള ഹൃദയ തുടി കൊട്ടുന്നു. മംഗളഘോഷം ഉയരുന്നു. തങ്കത്താമര വിരിയുന്നു. മുന്നണി ഭരണ തടവറ ഭേദിച്ചിവിടൊരു ജനതതി ഉണരുന്നു. 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 തുടലുകൾ പൊട്ടിയൊരവരുടെ മിഴികളിൽ സൂര്യവസന്തം വിരിയുന്നു. സൂര്യവസന്തം വിരിയുന്നു. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം. അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം. അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. BJP. 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 അധികാര സൗഭാഗ്യമാസ്വദിച്ചിടുന്ന ഖദറിട്ട കാപട്യവർഗം. അടിയാള ജനതയുടെ ആത്മരോഷം വിറ്റ മാർക്സിസ്റ്റ് മാടമ്പി സംഘം. ഇനി വേണ്ട ജനദ്രോഹ മുന്നണികൾ രണ്ടുമീ കേരളത്തിൻ പുണ്യഭൂവിൽ. അതിവേഗമതിനായി പടപ്പുറപ്പാടിനായി കാലം വിളിക്കുന്നു നമ്മെ. സമയമാ സമര സമയമാ പോരുമോ പോർമുഖങ്ങളിൽ. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം. അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. BJP. 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 പരിവർത്തനത്തിന്റെ പടനയിച്ചെത്ര പേർ ഇടനെഞ്ചിൽ മുറിവേറ്റു വീണു. അധികാരവർഗം പണിഞ്ഞിട്ട തടവറയിൽ ഒരുപാട് സ്വപ്നം പിടഞ്ഞു. ഇല്ല തകർന്നില്ല കേരളക്കരയിലെ BJP തൻ സംഘശക്തി. അലയടിച്ചിളകുന്ന കടലിരമ്പുന്ന പോൽ അത് വരികയാണ് അഭയമായി. സമയമാ സമര സമയമാ പോരുമോ പോർമുഖങ്ങളിൽ. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം. അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം. മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം.
അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം BJP 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 BJP. നിരവധി അനവധി തിളങ്ങിടുന്ന പൗരഗാഥ പാടുവാൻ പ്രാണനിൽ കെടാതെ കാത്ത സമരവീര്യമേകുവാൻ കണ്ണുരണ്ടും നീതിബോധ ബന്ധമാക്കുവാൻ രക്തദാഹികൾക്കു പേടി സ്വപ്നമാകുവാൻ ഇടതു വലതു മുന്നണി അടിതകർന്നു നിൽക്കവേ പുതിയൊരീണമായി ഭാവമായി കേരളക്കരയ്ക്കു ശാപമോക്ഷമായി ൂരിരുക്കെടുത്തു മുഗ്രസൂര്യനായി BJP 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 വരികയാ 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 ഞങ്ങൾ വരികയാ വരികയാ ഞങ്ങൾ വരികയാ. അഴിമതിക്ക് കുടപിടിച്ചൊരിടതു ഭരണമേ വഴിപിഴച്ചു പോയ നിങ്ങൾ കന്യമായിതാ കഥളിഞ്ഞു നാട് വിറ്റ കേന്ദ്ര ഭരണമേ ഭാരതത്തിനെ ചതിച്ച ധനിക വർഗമേ ജനഹൃദയങ്ങളിൽ പ്രതിഭൂമി നിങ്ങൾ ഇത് പരിവർത്തനത്തിന്റെ രണകാഹളം ജയകാഹളം ജനകാഹളം BJP 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 വരികയാ 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 ഞങ്ങൾ വരികയാ വരികയാ ഞങ്ങൾ വരികയാ. കലിപിടിച്ചൊരക്രമക്കരുത്തു കാട്ടിയും സ്ഥിതി സമത്വ തത്വശാസ്ത്ര ചുതി പരത്തിയും ഇനിയും ഈ പിറന്ന മണ്ണിൽ ദൃഢമൊഴുക്കുവാൻ അനുവദിക്കയില്ല ഞങ്ങളാണു രക്ഷകർ ഈ മലയാളത്തിൻ മാനം കാക്കും ഞങ്ങൾ ഇത് പരിവർത്തനത്തിന്റെ രണകാഹളം ജയകാഹളം ജനകാഹളം BJP 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 വരികയാ 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 ഞങ്ങൾ വരികയാ വരികയാ ഞങ്ങൾ വരികയാ. ഭാരതം തിളങ്ങിടുന്ന പൗരഗാഥ പാടുവാൻ പ്രാണനിൽ കെടാതെ കാത്ത സമരവീര്യമേകുവാൻ കണ്ണുരണ്ടു നീതിബോധ ബന്ധമാക്കുവാൻ രക്തദാഹികൾക്കു പേടി സ്വപ്നമാകുവാൻ ഇടതു വലതു മുന്നണി അടിതകർന്നു നിൽക്കവേ പുതിയൊരീണമായി ഭാവമായി കേരളക്കരയ്ക്കു ശാപമോക്ഷമായി ൂരിരുക്കെടുത്തു മുഗ്രസൂര്യനായി BJP 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 വരികയാ 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 ഞങ്ങൾ വരികയാ വരികയാ ഞങ്ങൾ വരികയാ വരികയാ
ആളിപ്പടരാം ഹരിതാഭയ ശുഭകുങ്കുമ കൊടിയെ പുണരാം സിരകളിലൊരു പുതുജനനമതാകാൻ ഉണരാം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം തോരാത്തൊരു വീര്യത്തിൻ തീരത്തണയാം സൂര്യാങ്കുരമായുടനെ ആളിപ്പടരാം ഹരിതാഭയ ശുഭകുങ്കുമ കൊടിയെ പുണരാം സിരകളിലൊരു പുതുജനനമതാകാൻ ഉണരാം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം അഭിമാനമോടണിചേരുക നാം നവകേരള രചനയ്ക്കായി ഉയിരേകുക നാം അടിപതറരുതര നിമിഷം കളയരുതിനി നാം അടരാടുക വിജയ വഴിയിൽ അഭിമാനികൾ നാം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം തോരാത്തൊരു വീര്യത്തിൻ തീരത്തണയാം സൂര്യാങ്കുരമായുടനെ ആളിപ്പടരാം ഹരിതാഭയ ശുഭകുങ്കുമ കൊടിയെ പുണരാം സിരകളിലൊരു പുതുജനനമതാകാൻ ഉണരാം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം തമസ്സിൻ സുതരണി ചേർന്നിടവേ പരിപാവനമീ നാടിനെതിരുകൾ പണിയേ ഇരുമുന്നണി ഒരുമേ ചേർന്നവരെ പുണരേ അതിനെതിരെ പടപൊരുതുക പോരാളികൾ നാം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം തോരാത്തൊരു വീര്യത്തിൻ തീരത്തണയാം സൂര്യാങ്കുരമായുടനെ ആളിപ്പടരാം ഹരിതാഭയ ശുഭകുങ്കുമ കൊടിയെ പുണരാം സിരകളിലൊരു പുതുജനനമതാകാൻ ഉണരാം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം വന്ദേ മാതരം മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും എൻ.ഡി.എ. സംസ്ഥാന ചെയർമാനുമായ ശ്രീ കെ. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി 27 പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ സി. കൃഷ്ണകുമാർ നയിക്കുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം തല ഉപയാത്ര ഫെബ്രുവരി 8 മുതൽ 24 വരെ. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീടില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിക്കാൻ ധനസഹായം നൽകിയ മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിച്ച ഉജ്ജൽ യോജന വഴി കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകിയ മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. 10 വർഷം പൂർത്തീകരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പാലക്കാട് ജില്ലയ്ക്ക് നൽകിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സി. കൃഷ്ണകുമാർ നയിക്കുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം തല ഉപയാത്ര. പാലക്കാട് ലോക്സഭയിൽ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഉപയാത്ര ഫെബ്രുവരി 8 മുതൽ ഫെബ്രുവരി 24 വരെ. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം.
മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. ആയുഷ്മാൻ പദ്ധതിയിലൂടെ പാവപ്പെട്ടവർക്ക് 5 ലക്ഷം രൂപ സൗജന്യ ചികിത്സാ ധനസഹായം നൽകിയ പാലക്കാട് ജില്ലയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായ IIT സമ്മാനിച്ച, വാളയാർ മുതൽ തൃശൂർ വരെയുള്ള ദേശീയപാത വികസനം പൂർത്തീകരിച്ച, പാലക്കാട് താണാവ് മുതൽ നാട്ടുകൽ വരെ ദേശീയപാത വികസനത്തിന് തുക അനുവദിച്ച, മുണ്ടൂർ തൂത സംസ്ഥാന പദ്ധതിയുടെ വികസനത്തിന് തുക അനുവദിച്ച, ഒറ്റപ്പാലത്ത് 50 കോടി രൂപ ചെലവിൽ ഡിഫൻസ് പാർക്ക് പാലക്കാട് അനുവദിച്ച, ഭാരതത്തിലെ എല്ലാവർക്കും കൊറോണ കാലഘട്ടത്തിൽ സൗജന്യ വാക്സിൻ നൽകിയ, കൊറോണ കാലഘട്ടത്തിൽ ഗരീബ് കല്യാൺ യോജന വഴി കോടിക്കണക്കിന് ജനങ്ങൾക്ക് അന്നം നൽകിയ, 10 വർഷം പൂർത്തീകരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പാലക്കാട് ജില്ലയ്ക്ക് നൽകിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ C കൃഷ്ണകുമാർ നയിക്കുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം തല ഉപയാത്ര. പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഉപയാത്ര ഫെബ്രുവരി 8 മുതൽ ഫെബ്രുവരി 24 വരെ. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് 10,000 കോടി രൂപ അനുവദിച്ച മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. BJP സംസ്ഥാന അധ്യക്ഷനും NDA സംസ്ഥാന ചെയർമാനുമായ ശ്രീ K സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി 27 പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ C കൃഷ്ണകുമാർ നയിക്കുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം തല ഉപയാത്ര ഫെബ്രുവരി 8 മുതൽ 24 വരെ. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീടില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിക്കാൻ ധനസഹായം നൽകിയ മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിച്ച, ഉജ്ജൽ യോജന വഴി കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകിയ മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. 10 വർഷം പൂർത്തീകരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പാലക്കാട് ജില്ലയ്ക്ക് നൽകിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ നയിക്കുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം തല ഉപയാത്ര. പാലക്കാട് ലോക്സഭയിൽ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഉപയാത്ര ഫെബ്രുവരി 8 മുതൽ ഫെബ്രുവരി 24 വരെ. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. ആയുഷ്മാൻ പദ്ധതിയിലൂടെ പാവപ്പെട്ടവർക്ക് 5 ലക്ഷം രൂപ സൗജന്യ ചികിത്സാ ധനസഹായം നൽകിയ, പാലക്കാട് ജില്ലയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായ IIT സമ്മാനിച്ച, വാളയാർ മുതൽ തൃശൂർ വരെയുള്ള ദേശീയപാത വികസനം പൂർത്തീകരിച്ച, പാലക്കാട് താണാവ് മുതൽ നാട്ടുകൽ വരെ ദേശീയപാത വികസനത്തിന് തുക അനുവദിച്ച, മുണ്ടൂർ തൂത സംസ്ഥാന പദ്ധതിയുടെ വികസനത്തിന് തുക അനുവദിച്ച, ഒറ്റപ്പാലത്ത് 50 കോടി രൂപ ചെലവിൽ ഡിഫൻസ് പാർക്ക് പാലക്കാട് അനുവദിച്ച, ഭാരതത്തിലെ എല്ലാവർക്കും കൊറോണ കാലഘട്ടത്തിൽ സൗജന്യ വാക്സിൻ നൽകിയ, കൊറോണ കാലഘട്ടത്തിൽ ഗരീബ് കല്യാൺ യോജന വഴി കോടിക്കണക്കിന് ജനങ്ങൾക്ക് അന്നം നൽകിയ, 10 വർഷം പൂർത്തീകരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പാലക്കാട് ജില്ലയ്ക്ക് നൽകിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ C കൃഷ്ണകുമാർ നയിക്കുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം തല ഉപയാത്ര. പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഉപയാത്ര ഫെബ്രുവരി 8 മുതൽ ഫെബ്രുവരി 24 വരെ. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് 10,000 കോടി രൂപ അനുവദിച്ച മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്.
മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. BJP സംസ്ഥാന അധ്യക്ഷനും NDA സംസ്ഥാന ചെയർമാനുമായ ശ്രീ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഫെബ്രുവരി 27 പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ C. കൃഷ്ണകുമാർ നയിക്കുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം തല ഉപയാത്ര ഫെബ്രുവരി 8 മുതൽ 24 വരെ. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീടില്ലാത്ത ആളുകൾക്ക് വീട് നിർമ്മിക്കാൻ ധനസഹായം നൽകിയ മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. ജൽ ജീവൻ മിഷൻ പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിച്ച ഉജ്ജൽ യോജന വഴി കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകിയ മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. 10 വർഷം പൂർത്തീകരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പാലക്കാട് ജില്ലയ്ക്ക് നൽകിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ നയിക്കുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം തല ഉപയാത്ര. പാലക്കാട് ലോക്സഭയിൽ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഉപയാത്ര ഫെബ്രുവരി 8 മുതൽ ഫെബ്രുവരി 24 വരെ. മോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. ആയുഷ്മാൻ പദ്ധതിയിലൂടെ പാവപ്പെട്ടവർക്ക് 5 ലക്ഷം രൂപ സൗജന്യ ചികിത്സാ ധനസഹായം നൽകിയ പാലക്കാട് ജില്ലയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമായ IIT സമ്മാനിച്ച, വാളയാർ മുതൽ തൃശൂർ വരെയുള്ള ദേശീയപാത വികസനം പൂർത്തീകരിച്ച, പാലക്കാട് താണാവ് മുതൽ നാട്ടുകൽ വരെ ദേശീയപാത വികസനത്തിന് തുക അനുവദിച്ച, മുണ്ടൂർ തൂത സംസ്ഥാന പദ്ധതിയുടെ വികസനത്തിന് തുക അനുവദിച്ച, ഒറ്റപ്പാലത്ത് 50 കോടി രൂപ ചെലവിൽ ഡിഫൻസ് പാർക്ക് പാലക്കാട് അനുവദിച്ച, ഭാരതത്തിലെ എല്ലാവർക്കും കൊറോണ കാലഘട്ടത്തിൽ സൗജന്യ വാക്സിൻ നൽകിയ, കൊറോണ കാലഘട്ടത്തിൽ ഗരീബ് കല്യാൺ യോജന വഴി കോടിക്കണക്കിന് ജനങ്ങൾക്ക് അന്നം നൽകിയ, 10 വർഷം പൂർത്തീകരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ പാലക്കാട് ജില്ലയ്ക്ക് നൽകിയ വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ C. കൃഷ്ണകുമാർ നയിക്കുന്ന പാലക്കാട് ലോക്സഭാ മണ്ഡലം തല ഉപയാത്ര. പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന ഉപയാത്ര ഫെബ്രുവരി 8 മുതൽ ഫെബ്രുവരി 24 വരെ. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേക്ക് 10,000 കോടി രൂപ അനുവദിച്ച മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട്. ദേശീയ രാഷ്ട്രീയത്തിലെയും വിഷയങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ സംസാരിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ദേശീയ സമിതി അംഗമായിട്ടുള്ള നമുക്കെല്ലാവർക്കും പരിചിതനായ, ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ബഹുമാനപ്പെട്ട ശ്രീ C. K. പത്മനാഭൻജിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ പദയാത്ര നയിച്ചിട്ടുള്ളത് വേദിയിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ
ജില്ലയുടെ അമരക്കാരൻ ശ്രീ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ വേണുട്ടൻ, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ, അതോടൊപ്പം തന്നെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള BDJS-ന്റെ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ശ്രീകൃഷ്ണപുരം മണ്ഡലത്തിന്റെ സഹപ്രഭാരിയായിട്ടുള്ള നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ശ്രീ EP നന്ദകുമാർ ഏട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മഹിളാ മോർച്ചയുടെ ജില്ലാ അധ്യക്ഷയായിട്ടുള്ള ശ്രീ സത്യഭാമ ചേച്ചി, അതോടൊപ്പം തന്നെ മഹിളാ മോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ശേഷം കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഇപ്പോൾ തുടരുകയാണ്. പാലക്കാട് അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങുന്നതിന്റെ മുന്നോടിയായി പ്രിയപ്പെട്ട കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉപയാത്രയുടെ ആരംഭം കുറിക്കുന്ന ദിവസമാണ്. അദ്ദേഹത്തിന്റെ ഉപയാത്രയാണെങ്കിലും എനിക്ക് തോന്നുന്നു പദയാത്രയേക്കാൾ വലിയ പ്രസക്തി ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉപയാത്രയ്ക്ക് ലഭിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. നാളെ അട്ടപ്പാടിയിൽ നിന്നാണ് ഈ ഉപയാത്ര തുടങ്ങുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അട്ടപ്പാടിയെ കുറിച്ച് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പനംകുളക്കെതിരെ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമല്ലേ കേരളം? ഇടതുപക്ഷ മുന്നണിയും മുഖ്യമന്ത്രി പിണറായി വിജയനും വിചാരിക്കുന്നത് കേരളം ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ് എന്ന ഭാവനയിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. അല്ല, ഇത് ഭാരതത്തിന്റെ കൂടെയാണ്, ഭാരതത്തിന്റെ ഭാഗമാണ് കേരളം എന്ന് പിണറായി വിജയനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള കരുത്ത് കേരളത്തിലെ ജനങ്ങൾ ആർജിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്ന സത്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കേരളത്തിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാരിന് പിന്തുണ കൊടുക്കുന്ന ജനപ്രതിനിധികൾ ഉണ്ടാവണം. എന്നും വടക്ക് നോക്കി യന്ത്രങ്ങളായി ഇരിക്കാൻ നമുക്ക് സാധ്യമല്ല. കേരളത്തിൽ നിന്ന് നമുക്ക് ജയിപ്പിച്ചയക്കാൻ സാധിക്കും. ജയം ഒരു അസാധ്യമായ കാര്യമല്ല. ദേശീയ ജനാധിപത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത് രണ്ട് മുന്നണികളല്ലാതെ മൂന്നാമതൊരു രാഷ്ട്രീയ ചേരിക്ക് കേരളത്തിൽ പ്രസക്തിയുണ്ടോ എന്ന് പലപ്പോഴും പലർക്കും സംശയമുണ്ട്. ആ സംശയം അസ്ഥാനത്താണ് എന്ന് കഴിഞ്ഞ കാലത്ത് കേരളം തെളിയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും, അടൽ ബിഹാരി വാജ്പേയി 5 വർഷം ഭരിച്ച് പിന്നീട് നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ലേ? PC തോമസ്. രണ്ട് മുന്നണിയെയും പരാജയപ്പെടുത്തി. കരുത്തനായ സാക്ഷാൽ KM മാണി സാറിന്റെ മുന്നണിയെ രാഷ്ട്രീയ കാലാവസ്ഥയും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിരുദ്ധ സമരം, കേന്ദ്രം അവഗണിക്കുന്നു എന്ന വൈറ്റാരിയുമായി ജനങ്ങളെ കബളിപ്പിക്കുവാനുള്ള ഒരു പ്രവർത്തനം നടത്തുകയാണ്, ഒരു നാടകം നടത്തുകയാണ്. പക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ കാലത്ത് ഒരു കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാത്ത അത്രയും വലിയ തരത്തിലുള്ള സഹായം, സാമ്പത്തിക സഹായം, പദ്ധതികൾക്കുള്ള സഹായം, വികസനത്തിനുള്ള സഹായം അത് വാരി കോരിക്കൊടുത്ത ഒരു ഗവൺമെന്റാണ് കഴിഞ്ഞ 10 വർഷം കേന്ദ്രം ഭരിച്ചിട്ടുള്ള നരേന്ദ്രമോദി ഗവൺമെന്റ്. ആ സത്യത്തെ തിരസ്കരിച്ചും തമസ്കരിച്ചും നുണച്ചാക്കുകൾ കൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാം എന്നുള്ള കണക്കുകൂട്ടലുമായിട്ടാണ് ഈ കേരളത്തിലെ ഭരണമുന്നണി ഇപ്പോൾ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യുന്നത്. ഈ പരിഹാസ്യമായിട്ടുള്ള രീതിക്ക് ഒരു മാറ്റം വരുത്താൻ നമുക്ക് കേരളത്തിലെ ജനങ്ങൾ സിദ്ധാന്തത്തിന്റെ വലിയ നേതാവ് ഡോക്ടർ രാം മനോഹർ ലോഹി എഴുതിയ ഒരു മഹത്തായ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഭാരതത്തിന്റെ സാംസ്കാരിക ചരിത്രത്തെ കുറിച്ചുള്ള വളരെ ശ്രദ്ധേയമായ ചില വരികൾ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ഭാരതത്തിന്റെ സംസ്കാരത്തിൽ, സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ചരിത്രത്തിൽ അതിൽ പ്രധാനമായ 3 കൾട്ടുകളുണ്ട്. കൾട്ട് എന്ന് പറഞ്ഞാൽ അതിനാണ് ഈ അർത്ഥം. അതിൽ ഏറ്റവും 3 കൾട്ടുകൾ എന്ന് പറയും. ഒന്ന് ശ്രീരാമനാണ്, മറ്റൊന്ന് ശ്രീകൃഷ്ണനാണ്, മറ്റൊന്ന് ശിവനാണ്. ഈ 3 മഹാ ആത്മീയ തത്വങ്ങളെ
കേന്ദ്രീകരിച്ചുകൊണ്ട് ഭാരതത്തിന്റെ വിചാരധാരകൾ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഈ ആഗോള ഈ വ്യാപ്തിയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷനും ദേശീയ സമിതി അംഗവുമായിട്ടുള്ള പ്രിയപ്പെട്ട ഒപ്പേട്ടൻ, ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന BJPയുടെ ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ ബഹുമാന്യായിട്ടുള്ള കുങ്കുമഹരിത കൊടി പാറുന്നു, കേരള ഹൃദയ തുടി കൊട്ടുന്നു, മംഗളഘോഷം ഉയരുന്നു. തങ്കത്താമര വിരിയുന്നു,